വോട്ടിംഗ് വർധനവ് ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണമാകുമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MK സക്കീർ. കേരളത്തിൽ LDF തരംഗത്തിൽ പൊന്നാനി മുന്നേ നടക്കുമെന്നും MK സക്കീർ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. 70% ബൂത്തുകളിൽ പോകാൻ പറ്റി. ഒരു കാലത്ത് 10 മണി വരെ നല്ല ക്യൂ ആയിരുന്നു. ഒരു 11:30 മണി മുതൽ ഏകദേശം 2 മണി വരെ ഒന്ന് പതുക്കെ ആയിപ്പോയി. പക്ഷേ ആ പതുക്കെ മെല്ലെ 3 മണിക്ക് ശേഷം ഭീകരമായി തിരക്കിലേക്ക് മാറി. വെളിയങ്കോടും പാലപ്പെട്ടിയിലും ബോയ്സിലും അതുപോലെ അഴീക്കിലും എല്ലാം വലിയ ക്യൂ ആണ്. എന്ന് പറഞ്ഞാൽ അതൊരു കാലാവസ്ഥക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ ഉച്ചയ്ക്ക് ശേഷം വരിക എന്നുള്ള ആ രീതി അവലംബിച്ചുകൊണ്ടാണ്. LDFൻ്റെ ഇപ്പോൾ നമുക്കറിയാം, LDFൻ്റെ പോളിംഗ് ശതമാനം വർധനവ് അല്ലെങ്കിൽ ശതമാന കണക്ക് അതൊന്നും ഇപ്പോൾ നിലവിലില്ല. അത് എത്ര വർദ്ധിച്ചാലും ഇപ്പോൾ LDFനെ സംബന്ധിച്ചുള്ള LDFൻ്റെ ഒപ്പം നിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ വോട്ടിൻ്റെ വർധനവ് അതുപോലെ തന്നെ പോളിങ്ങിൻ്റെ വർധനവ് ഇത് രണ്ടും ഒരേപോലെ ഭൂരിപക്ഷ വർധനവിലേക്കാണ് ഇത് കാരണമാവുമെന്നുള്ള എൻ്റെ കണ്ടെത്തൽ. കാരണം ഒരു ഗവൺമെൻറ്റിന് അംഗീകരിക്കുന്ന ഒരു രീതിയും തങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് പകരം സർക്കാരിൻ്റെ അനുകൂലമായ ഒരു വിധിയെഴുത്ത് എന്ന രൂപത്തിൽ കൂടി കണ്ടുകൂടെ. അതിനെ ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ തന്നെ എന്താ സൂചിപ്പിക്കുന്നത്, പൊന്നാനിയുടെ ഹൃദയഭാഗമായുള്ള പൊന്നാനിയുടെ വോട്ടിരിക്കുന്ന ഭൂരിപക്ഷമായിട്ടുള്ള പ്രദേശത്ത് ഇത്രയധികം ആൾക്കാർ അങ്ങനെയൊക്കെ ഒരുങ്ങി നിൽക്കുന്നൊരവസ്ഥ കാണുമ്പോൾ അവസാനം ഭൂരിപക്ഷം സംഭവിക്കുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ ഇപ്പോൾ ഇത് ആസ് ഓഫ് നൗ ഇതുവരെ നമ്മൾ കാണുന്നതെല്ലാം അതിന് ഒരു രൂപത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ആൾക്കാരെ കൂടെ നമ്മൾ നിൽക്കുമെന്നും ആൾക്കാർ നമ്മളെ കൂടെ നിൽക്കുമെന്നും കൃത്യമായ രൂപത്തിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നിമിഷം വരെ എത്തി നിൽക്കുന്ന പിക്ചർ അതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട്. കേരളത്തിൽ മൊത്തം ഉണ്ടാകുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു തരംഗമുണ്ട്. ആ തരംഗത്തിന് മുന്നേ നടക്കുന്നത് പക്ഷേ പൊന്നാനി ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. അതിലേക്ക് നയിക്കട്ടെ.